എതിരായുള്ള നടപടിയാണോ അതോ വീണയ്ക്കെതിരായുള്ള നടപടിയാണോ? ഇത് പാർട്ടിയെ വേട്ടയാടുന്നതാണ്. ചോദ്യം മനസ്സിലായി. ആ കുത്തിരിപ്പ് ചോദ്യം കയ്യിൽ വെച്ചിരുന്നാൽ മതി. ആദ്യം ഒരു അല്പ അസൗകര്യം കാണും, പിന്നെ അത് ശീലമായിക്കോളും. ചോദ്യം പാർട്ടിക്കെതിരായിട്ടുള്ള പറഞ്ഞല്ലോ, ഇത് ചെങ്കൊടിയെ പ്രതിരോധിക്കലാണ്, പാർട്ടിയെ പ്രതിരോധിക്കലാണ്. കൊടും ഭീകരതകൾക്ക് മുമ്പിൽ ഒട്ടും മടിപതറാകുന്നിട്ടുള്ളവരാണ് ഞങ്ങൾ. കയ്യിൽ വെച്ചിരുന്നാൽ മതി. അതാ ഞാൻ പറഞ്ഞത്. എന്റെ ജീവന്റെ അവസാന തുടിപ്പ് വരെ ഈ ഹക്കീം പോലും ലാൽ സലാം. പിണറായി വിജയന്റെ വീട്ടിലേക്ക് ഇല്ലാത്തൊരു കേസ്. എന്ത് കേസായത്? കേസിന്റെ മെരിറ്റ് മറ്റു വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകാത്ത. നീ അങ്ങനെയല്ലല്ലോ നേരത്തെ പറഞ്ഞത്. മാത്യു കോൾനാടൻ സുപ്രീം കോടതിയിലേക്ക് വന്നതല്ലേ, എടുത്ത് ദൂരെ എറിഞ്ഞില്ലേ? അതെ, പറയട്ടെ, വെയിറ്റ് ചെയ്യൂ. ഇതെല്ലാം ഇതിന്റെ മുമ്പിൽ തന്നെയാണല്ലോ നടന്നത്. അപ്പൊ തൊലി ഇരിക്കുകയാണ് ഉത്തമ. എനിക്കറിയാം ഈ ചോദ്യങ്ങളെല്ലാം എവിടെ നിന്നുണ്ടാകുന്നുവെന്നും ഈ ചോദ്യങ്ങളെല്ലാം എന്തിലേക്ക് നീങ്ങുന്നുവെന്നും. അതെല്ലാം നല്ല ഒന്നാന്തരം കുത്തിത്തിരിപ്പ് ചോദ്യങ്ങളാണ്. ഒരു സുഖം, ഒരു മനസുഖം. ED-യെ പേടിക്കുന്നില്ല, പിന്നല്ലേ നിങ്ങൾ 4-5 പേരുടെ കുത്തിത്തിരിപ്പ് ചോദ്യം കയ്യിൽ വെച്ചിരുന്നാൽ മതി. അതാ ഞാൻ പറഞ്ഞത്. ED-യെ പേടിക്കുന്നില്ല, പിന്നെയല്ലേ ഭരണകൂടത്തെ പേടിക്കുന്നില്ല, പിന്നെയാണ് നിങ്ങൾ മാധ്യമങ്ങളല്ല, നിങ്ങൾ 1-2 പേരുടെ കുത്തിത്തിരിപ്പ് ചോദ്യം. അതവിടെ നിൽക്കട്ടെ.